ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും വിധു അമ്മയുണ്ട് കേട്ടോ. ഞങ്ങൾ തലയോലപ്പറമ്പിൽ പോകണം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, പച്ചക്കറിയും സാധനമൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ഞാനത് മേടിക്കാൻ പോവാണ്. കൂടെ അമ്മയുണ്ട്. ഞാൻ എവിടെ പോയാലും അമ്മയായിട്ടാണ് പോകുന്നത്. എന്നാന്ന് വെച്ചാൽ അത് വിധുവിനെ എടുക്കാം, പിന്നെ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് അമ്മയായിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ തലയോലപ്പറമ്പിലെത്തി. ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മറന്നു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അതേ തലയോലപ്പറമ്പിൽ എത്തി. മഴക്കാറൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റായി. 5:30 കഴിഞ്ഞ് 5:45 പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് അമ്മക്ക് തിരുനൂലും വിളക്കെണ്ണയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെയുള്ളവരൊക്കെ അറിയുമായിരിക്കും, പപ്പടംകാരുടെ കടയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിധുക്കുട്ടന് ഈ ലേസ് പോലത്തെ എന്തോ തൂക്കിയിട്ടേക്കണ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരെന്തോ സമൂസയെന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് 2 മേടിച്ചപ്പോൾ അവനത് അപ്പം തന്നെ പൊട്ടിക്കണം. അപ്പോൾ 2 പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഓർമ്മയോ ലോഷൻ പാത്രം കഴുകാനാണോ ഫ്ലോർ തുടക്കണമാണോ എന്തോ കണ്ടപ്പോൾ അമ്മ അതൊക്കെ ചോദിക്കുന്നത്. ഇതാണ് ചന്തയുടെ അകത്തുള്ള കുരിശുപള്ളി. നമ്മളതിനപ്പുറത്ത് പച്ചക്കറി കടയിലാട്ടോ പോകാറ്. അപ്പോൾ തന്നെ ഇരട്ടി തുടങ്ങിയായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഈ സാധനമാണ് ഞാൻ മേടിച്ചത്. ഡാൻ ഡങ്ക സമൂസ എന്ന് പറയുന്ന സാധനം. അതിനകത്തൊരു സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവന് അവിടെ കിടക്കണേ ദശമൂലയില്ലേ, ഈ തേക്കണ സാധനമില്ലേ, അത് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്തിനാണ് നിനക്കെന്ന് ചോദിച്ചു. ചുമ്മാ കവർ കണ്ട് പുള്ളി ചോദിക്കണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ച് പിന്നെ അത്രയും മേടിക്കാനുള്ളായിരുന്നു. വിളക്കെണ്ണയും തിരിയും. അത് കഴിഞ്ഞപ്പോൾ അമ്മ തലയോലപ്പറമ്പിലെ റേഷൻ കടയിലാണ് പോകണം കേട്ടോ. അവിടെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അമ്മ അവിടുത്തെ റേഷൻ കടയിലാണ് പോകാറ്. പിന്നെ അവിടെ നിന്ന് ഏതാണ്ട് അരിയോ സാധനമൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ പച്ചക്കറി കടയിട്ട് വന്നു. പച്ചക്കറി കട അടച്ചായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടോണ്ട് പിന്നെ അവർ തുറന്നു വന്നു. നമ്മളെന്നും ഇവിടെ നിന്നല്ലേ എടുക്കണം. അതുകൊണ്ട് അവരുമായിട്ട് പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറിക്ക് തീ പിടിച്ച വിലയാണ്. എന്നത്തെയും പോലെ തന്നെ ഓണം അടുത്തല്ലോ. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. വിധുക്കൂട്ടൻ ആ സമൂസയുടെ ആ സാധനവും പിടിച്ചുകൊണ്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. പുള്ളിക്ക് ഉത്സവപ്പറമ്പിൽ വന്നൊരു ഫീലാണെന്ന് വെച്ചാൽ ഓടി നടക്കാം. ചെരുപ്പിടാൻ മറന്നുപോയി. ഞാൻ ചെരുപ്പ് അങ്ങനെ ഇടാറില്ല. ഷൂ ഇടണം പുള്ളിക്ക് ഇഷ്ടമല്ല. ഈ വീഡിയോ ഇടയ്ക്ക് കയറി വന്നു കേട്ടോ, സോറി. എഡിറ്റ് ചെയ്തപ്പോൾ എപ്പോഴോ കയറി വന്ന് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുവാണ്. പച്ചക്കറിയൊക്കെ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി പച്ചക്കറി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്നാലും എടുത്ത് ഒന്നരാഴ്ചയൊക്കെ തേക്കണ്ടേ. അതുകൊണ്ട് അപ്പോൾ അതേ പച്ചക്കറിക്ക് വെളുത്തുള്ളിക്കാണ് ഹൈ റേറ്റ്, 300. പിന്നെ വേറെ എന്തിനോ ബീട്രൂട്ടിന് വില കൂടുതലാണ്. പിന്നെ വീട്ടിലൊക്കെ വന്ന് എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ദേവനെ പഠിപ്പിക്കാനിരുന്നു. വീട്ടിൽ വന്നപ്പോൾ 8 മണിയായി. ഓട്ടോയ്ക്കാണ് വന്ന് പലചരക്ക് സാധനമൊക്കെ മേടിക്കണമെന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. വിധുക്കൂട്ടൻ അലമ്പിയായിരുന്നു. അമ്മയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയും ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുമായിരുന്നു. താമസിച്ചു പോയെന്ന് പറഞ്ഞു. ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളത് ദേവനെ പഠിക്കാനിരുത്തിയില്ലെങ്കിൽ അവൻ ഉറക്കമൊക്കെ വന്നാലോ എന്ന് കരുതി. അപ്പം ഞാൻ എഴുതിപ്പിക്കുകയാണ്. ഊവാണ് എഴുതിച്ചുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞപ്പോൾ ഊവൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ വേറെ ഏതാണ്ടും കൂടി എഴുതാനുണ്ടായിരുന്നു. ജിയും കൂടി എഴുതിച്ചു. പുള്ളി പഠിക്കാനിരിക്കുമ്പോൾ പുള്ളിക്ക് 7:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ പഠിക്കാനിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പുള്ളിക്ക് പറ്റില്ല. ഞങ്ങൾ കുടുംബശ്രീ ശാരദയാണ് കേരളത്തിലെ കാണുന്നത്. അത് കഴിയുമ്പോൾ അവന് പഠിക്കാനിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബുക്കിൽ കളർ അടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കളർ അടിക്കണം. പിന്നെ പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇഷ്ടമാണ് പഠിക്കാൻ, കുഴപ്പമൊന്നുമില്ല. പുള്ളി പഠിച്ചോളും. ചിലപ്പോൾ ഒരു ഇടച്ചിലൊക്കെ ഉണ്ട്. ഞാൻ മറന്നാലും അവന് പഠിക്കണം. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഞാൻ കൊണ്ടുവന്ന സാധനമൊക്കെ അടുക്കി പെറുക്കി വെക്കുവാണ്. പലചരക്ക് സാധനമൊക്കെ പാത്രത്തിൽ ടിന്നും കാര്യം അതിലൊക്കെ ഇടണം. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ പാത്രം ചീനച്ചട്ടിയൊക്കെ മേടിച്ച് കടയിൽ നിന്ന് കുറച്ച് ടിന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി എന്തോ എന്നോട് വന്ന് പറയുന്നുണ്ട്. ഇതാണ് മേടിച്ച ടിന്ന്. ഓണത്തിന് പപ്പടപ്പാത്രം പോയായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഇതേപോലത്തെ ടിന്നില്ലേ കുറച്ച് 5-6 മേടിച്ചു. പിന്നെ ഒരു വലിയ ചട്ടമൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഈ ഷെൽഫൊന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിരിക്കണ ടിന്നൊക്കെ ഓണാകുമ്പോൾ നമ്മൾ കഴുകാറുണ്ടായിരുന്നു. ഓണാകുമ്പോൾ എല്ലാ പാത്രമൊക്കെ കഴുകും. അപ്പോൾ ഇത്തവണയും കഴുകണം. ഇതൊക്കെ മാറ്റണം. ഈ പാത്രമൊക്കെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ഓണത്തിന് മേടിച്ചാണ്. അതൊക്കെ കൊള്ളില്ല. മഞ്ഞപ്പൊടി പാത്രമൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി നമ്മളെ പുതിയ പാത്രത്തിൽ ഇട്ട് മഞ്ഞപ്പൊടിക്കൊക്കെ ഒരു പ്രമോഷൻ കൊടുക്കുകയാണ്. കുട്ടപ്പനാക്കണം. പിന്നെ അതുകൊണ്ട് ഡിസൈനുള്ള പാത്രമൊന്നും മേടിക്കാൻ എനിക്കിഷ്ടമല്ല. അത് ഞാൻ കുറേ മേടിച്ചതാണ്. അതിൻ്റെ കുറേ കഴിയുമ്പോൾ അതൊക്കെ തേച്ച് വെക്കുമ്പോൾ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ പ്ലെയിൻ ആകുമ്പോൾ കാണാനും ഭംഗി എനിക്കിഷ്ടമാണ്. 16 രൂപയാണ് അതിന്, ആ ചെറിയ ടിന്നിന്. അത് കഴിഞ്ഞു നമുക്ക് മെയിൻ ഒരു പരിപാടി. ഇവിടെ പാത്രമൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ അത് ഈ ഷീറ്റില്ലേ, ഈ ഷീറ്റ് ഭിത്തി ഒട്ടിക്കണം. അതാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണം. അത് ബാലൻസ് വന്ന് ഞാൻ ദേവൻ്റെ ബർത്ത്ഡേക്ക് ഒട്ടിച്ച ഷീറ്റാട്ടോ അത്. ഈ വാൾപേപ്പർ
അവിടെയൊക്കെ ഇങ്ങനെ ഈ വെള്ളം നനച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പൊളിച്ച് നോക്കിയതാണ് വേറെ ഒട്ടിക്കാൻ വേണ്ടി പെയിൻറ്റ് പോരുമോ എന്ന് അറിയാനായിട്ട്. ആ പ്ലഗിൻ്റെ അവിടുത്തെ പെയിൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് പോകുന്നതുകൊണ്ട് പെയിൻറ്റ് അടിക്കാൻ താല്പര്യമില്ല. ഇതിങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ ഭംഗിയിലിരുന്നുള്ളൂ. ഇനി അതൊക്കെ ഒന്ന് ഒട്ടിക്കണം, ഓണത്തിന് മുമ്പ് ഒട്ടിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു വെള്ള കളറായതുകൊണ്ട് ഈ എണ്ണയൊക്കെ തെറിക്കുമ്പോൾ അതിനകത്ത് പിന്നെ ഞാൻ തുടച്ച് എടുക്കാറുണ്ട് കേട്ടോ. നല്ലപോലെ ഈ സൈഡൊക്കെ നല്ലപോലെ ഒട്ടിയിരിക്കണം. വിതുക്കൂട്ടൻ അത് കുറേ പൊളിച്ചത് അടിയിലേക്ക് പുള്ളിക്ക് എത്തണമൊക്കെ പൊളിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കണം, തീ കത്തിക്കണം, ആ സൈഡിലൊക്കെ ഒട്ടിച്ചായിരുന്നു. അവിടെയൊക്കെ പുക പിടിച്ച് ആകെ നല്ല കോലായിട്ട് കിടക്കുവാണ്. കുറേ പൊളിഞ്ഞു പോകുന്നതായിരുന്നു. ചൂടടിക്കാൻ പാടില്ല, അപ്പോൾ അതിങ്ങനെ കയറി പൊള്ളച്ച് പോരും. അതൊക്കെ ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ദേവൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും ചോദിച്ചത് എവിടെ ഒന്ന് ഒട്ടിച്ചെന്ന്. പിന്നെ ഈ ഭിത്തിയുടെ ഇടയ്ക്ക് കുഞ്ഞു ബബിള് കയറിയിട്ട് അതിങ്ങനെ പൊളിഞ്ഞു കുറേ കഴിഞ്ഞു കേട്ടോ പൊളിഞ്ഞു പോകുന്നത്. 1.5 വർഷമോ കഴിഞ്ഞാണ് പൊളിഞ്ഞു പോകുന്നത്. കണ്ട ഈ ഒരു സാധനം വന്ന് അതിങ്ങനെ പൊളിഞ്ഞ് അതൊക്കെ ചിരണ്ടിയിട്ട് വേണം പുതിയത് ഒട്ടിക്കാനായിട്ട്. നമുക്ക് വെള്ളം ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അഴുക്ക് പിടിച്ചാൽ പെട്ടെന്ന് അറിയും. തൂത്താൽ പോരും, എന്നാലും അത് ഒട്ടിക്കണില്ല. ഈ ഒരു കളറ് ഇപ്പോൾ ഒന്നും ഒട്ടിച്ചില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കളർഫുള്ളായിട്ട് അമ്മ ഈ ദോശമാവല്ലല്ലോ അപ്പമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ പൊങ്ങിയായിരുന്നു. അപ്പോൾ അത് പൊങ്ങി അത് മൂടി വെച്ചു. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അവിടെയൊക്കെ ഞാൻ പാത്രം വെക്കണം, അവിടെയൊക്കെ ഞാൻ അത് ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം. 2-3 ആഴ്ചയായി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അതിൻ്റേതായ എല്ലാ അലങ്കോലവും അതിനകത്തുണ്ട്. അതായത് ആകെ നാശകോശമായിട്ട് കിടക്കുവാണ്. ആ സാധനം എന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക കേട്ടോ, അതായത് കുക്കുംബറാണ്. ഞാനിടയ്ക്ക് കുക്കുംബർ ഡയറ്റാന്ന് പറഞ്ഞ് മേടിക്കും, പക്ഷെ തിന്നാറൊന്നുമില്ല. അപ്പോൾ അത് വിധുവോ ദേവനോ ആരാണ് കടിച്ചിട്ട് അതിനകത്ത് കൊണ്ട് വെച്ചാണത്. ആ ഫ്രിഡ്ജിനകത്തുണ്ടാവും ഈ ബൂസ്റ്റിൻ്റെ പൊടിയും അതും ഇതൊക്കെയാണ്. നമ്മൾ ഈ ഞാനിപ്പോൾ വലിച്ചാട്ടറേ നമ്മളൊന്നിനും ഉപയോഗിക്കാറില്ല കേട്ടോ, പക്ഷേ അതിനകത്ത് എന്തൊക്കെ കിടപ്പുണ്ട്. അപ്പം നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്യുകയാണ്. ചേട്ടായി വൈകുന്നേരം പിടിച്ച് പള്ളത്തിക്കുഞ്ഞ് കേട്ടോ. മീനൊക്കെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ആകെ ഒരു നാശമായി കിടക്കുവാണ്. ഫ്രിഡ്ജിൽ ലൈറ്റ് അതിന് തോന്നുമ്പോഴേ തെളിയുള്ളൂ, ഇല്ലാത്തപ്പോൾ തെളിയില്ല കേട്ടോ. പക്ഷേ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല കൂളിങ്ങൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ശോചനീയ അവസ്ഥ കാണിച്ച് തരികയാണ്. അപ്പം ഞാൻ എല്ലാം വെളിയിലേക്ക് പൊക്കി, എന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യണമല്ലോ. പച്ചക്കറി കൊണ്ടുവരുമ്പോഴാണ് ക്ലീൻ ചെയ്യാറ്. പച്ചക്കറി മേടിക്കുമ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് അങ്ങനെ പോവും. എല്ലാ ആഴ്ച മേടിക്കുമല്ലോ. അപ്പം എല്ലാം ഞാൻ നിങ്ങളെടുത്ത് കാണിക്കും. 1 മാസമായിട്ടിരിക്കുന്ന തേങ്ങ ചിരകിയതൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞത് എളുപ്പത്തിനെല്ലാം കയറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇനിയിപ്പം ഫ്രിഡ്ജ് പറയും പോലെ സാമ്പാറിൻ്റെ അവിയലിൻ്റെയൊക്കെ വരവായിരിക്കും ഇനി ഫ്രിഡ്ജിനകത്തിട്ട്. അപ്പോൾ അതേ അമ്മ ചേമ്പിൻ്റെ ഇലയൊക്കെ കൊണ്ടുപോയി പൊതിഞ്ഞ് വെച്ച് തോരൻ വെക്കാനായിട്ടൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞ്. എല്ലാം വൈറ്റ് ഓട്സ് ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കഴിക്കണില്ല. അപ്പോൾ ഞാൻ മുഖത്ത് പുരട്ടാനായിട്ടൊക്കെ എടുത്ത് കുറച്ച് മാറ്റിയൊക്കെ വെക്കും കേട്ടോ. അങ്ങനെയല്ലേ എളുപ്പത്തിന് ഫ്രിഡ്ജിൻ്റെ വിതുക്കൂട്ടം വരുന്നുണ്ട് ഇടക്കിടക്കും. പിന്നെ തക്കാളി എനിക്ക് മടിയായിരുന്നു, ഇങ്ങനെ കഴിയലാണ്ട് ഇട്ടേച്ചതാണ്. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, തുറന്നിട്ടോണ്ടാട്ടോ. ഞാൻ മറന്നുപോയി, തുറന്നിട്ടോണ്ടാണ് ചെയ്യണേ. അപ്പോൾ വിതുക്കൂട്ടൻ ആ തണുപ്പ് കൊള്ളാൻ വേണ്ടിയാണ് ഈ ഇടക്കിടക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. പക്ഷേ ഞാൻ മറന്നുപോയി ഓഫ് ചെയ്യാനായിട്ട്. ചേട്ടായി ഇടയ്ക്ക് വന്നത് ഓഫ് ചെയ്യണമുണ്ട്. ആ തണുപ്പ് വന്നതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോവാത്തത്. അപ്പോൾ എല്ലാം ഞാൻ ഊരി കഴുകി. ഞാൻ ആ സൈഡിൽ ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതുകൊണ്ടാട്ടോ തുടയ്ക്കണത്. കണ്ടോ, അതിനകത്തൊക്കെ മാവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക, ഉണങ്ങി പിടിച്ച്. അപ്പോൾ അത് ഞാൻ ആ സിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയി നല്ലപോലെ ആ സ്ക്രബ് ഇട്ട് തേച്ച് കഴുകണം. അമ്മ മീൻ വറക്കുവാണ് ഇപ്പുറത്ത്, അതാണ് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണത്. നല്ലപോലെ കഴുകിയില്ലെങ്കിൽ ആ ഉണങ്ങി പിടിച്ചിരിക്കണം പോകത്തില്ല, ഒരു വൃത്തികേടായിട്ടിരിക്കും. ഓരോന്നും ഊരി കഴുകി തുടച്ച്. ഈ ഇടയ്ക്ക് പുള്ളിയും കൂടി വരുന്നതുകൊണ്ട് ദേവനല്ല വിധുവും കൂടി വരുന്നതുകൊണ്ട് ചേട്ടായി വന്ന് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പോയി. ഞാൻ ഓണാക്കിയിട്ട് കറണ്ട് ചാർജ് കൂടുന്നു പറഞ്ഞ് അത് വന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പോയി. ഞാൻ മറന്നു പോയായിരുന്നു, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ ഓഫ് ചെയ്യാറുണ്ട്. പിന്നെ ചൂടുമല്ലേ, തണുപ്പ് കൊള്ളാമെന്ന് വിചാരിച്ചു. ഏകദേശം ആ ഉള്ളുഭാഗം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഡോറിൻ്റെ വശമാണ്
അവിടെ മൊത്തം ഇനി ആ റബ്ബർ ഇത് കണ്ടോ, എല്ലാം കൊണ്ട് ഈ ഡോറായിട്ട് നമ്മൾ തള്ളും എന്തുണ്ടെങ്കിലും കൊണ്ടേ. അപ്പോൾ ഞാൻ ആ സ്ക്രബ് മറ്റേ കത്തി കൊണ്ട് ആ റബ്ബറിൻ്റെ അവിടെയൊക്കെ ഉരക്കുവാണ്. ഒരു ഹാക്ക് കണ്ടായിരുന്നു, പുതിയൊരു ചീപ്പ് മേടിച്ചിട്ട് അതിൽ തൂവാല കുത്തിയത് ഇങ്ങനെ പൊക്കിയാൽ മതിയെന്ന്. അന്നേരം അഴുക്കൊക്കെ പോരും. പക്ഷേ അതിനുള്ള സമയവും പുതിയ ചീപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യണ രീതിയിൽ ഞാനങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് വേഗം ക്ലീൻ ചെയ്ത് വരുവാണ്. ഇപ്പോൾ തന്നെ സമയം ഒരു 9:30 ആയിരുന്നു. നമ്മൾ 8 മണിയായപ്പോഴല്ലേ വന്നത്. അത് കഴിഞ്ഞ് ദേവനെ പഠിപ്പിച്ച് അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി ഫ്രിഡ്ജ് ഓഫ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം കണ്ടോ, ഇവിടെ ഇച്ചിരി വെള്ളം ആ വെള്ളരിക്കയൊക്കെയാണ് ആയിരിക്കണം. അതൊക്കെ തെളിഞ്ഞ് വന്ന് പിന്നെ അതുമൊക്കെ ക്ലീൻ ചെയ്ത് പക്കയാക്കി. എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം ഫ്രിഡ്ജ് ഓഫ് ചെയ്തപ്പോൾ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. കുട്ടപ്പനെ ആക്കി ഫ്രിഡ്ജിനെ. അപ്പോൾ ഇത് മറ്റേ ഈ വേദനയൊക്കെ വരുമ്പം ബാഗില്ലേ ഇങ്ങനെ പുറത്തൊക്കെ വെക്കണേ ഐസ് ബാഗ് അതാട്ടോ. അപ്പോൾ അതും ഞാൻ അതിനകത്ത് കയറ്റി വെച്ചു. പിന്നെ എല്ലാം നമ്മൾ റിട്ടേൺ എടുത്ത് വെക്കുവാണ്. മീനൊക്കെ മൂടി വെച്ച് തൈര് മുഖത്ത് വെക്കാനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കണതാണ്. അപ്പോൾ അത് അച്ചാറ് പിന്നെ വേറെ ഏതാണ്ട് സ്ക്വാഷിൻ്റെ ഇത് മുളക് എല്ലാം ഞാൻ റീസെറ്റ് ചെയ്യുവാണ്. അച്ചാർ കുറേ ഉണ്ട്. പിന്നെ സാമ്പാർ പൊടി എടുത്ത് ടിന്നിനകത്തിടും. പിന്നെ ഈസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ഓട്സൊക്കെ മറ്റേ മുഖത്ത് വെക്കാനൊക്കെ വേണമല്ലോ, അതുകൊണ്ട് അത് അപ്പോൾ അതേ ഫ്രിഡ്ജിനെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ചെയ്തു സെറ്റ് ചെയ്തു. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെച്ചു. മാങ്ങ തേങ്ങയും വരും കേട്ടോ ഇതിനകത്ത്. തേങ്ങ മെയിനാണ്. തേങ്ങ വരുമ്പോഴാണ് ഫ്രിഡ്ജ് ഈ അലങ്കോലാകണത്. തേങ്ങ ചിരണ്ടുമ്പോൾ അതൊക്കെ അതിനകത്ത് കിടക്കും. അതുകൊണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ആ സൈഡിൽ കുറേ കൂടും കവറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെയൊക്കെ അലച്ച് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതൊന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ റെഡിയാക്കി. ഇനി പച്ചക്കറി ഇടണമല്ലോ, അതിനാ മുറ എടുക്കാൻ വേണ്ടിയാണ് അങ്ങാ ചെന്നത്. നോക്കണം മണിയാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പിന്നെ എന്നാൽ അതും കൂടി ഒന്ന് അടുക്കി പിറക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതും ചെയ്യുകയാണ്. വിതുക്കുട്ടൻ ഉറങ്ങി കേട്ടോ. ഇല്ല ഉറങ്ങിയില്ല ഈ ടൈമിൽ. വിതുക്കുട്ടൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. വിതുക്കുട്ടനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ പുള്ളി ഞാൻ പച്ചക്കറി ഇടുമ്പോൾ അതും വാരിക്കൊണ്ട് ഹാള് വഴിയും ബെഡ്റൂം വഴിയൊക്കെ ഓടും. അപ്പം ഞാൻ ആ കൊട്ടയിൽ നമ്മുടെ വെജിറ്റബിൾ കൊട്ടയിൽ കിടന്നതും കൂടി ഇങ്ങോട്ടിടും. അമ്മക്കൊരു സ്വഭാവമുണ്ട്. അമ്മ ഈ ചക്കക്കുരു കണ്ടാൽ പിടിയല്ല. എന്നാൽ ചക്കക്കുരു വെച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. അതിങ്ങനെ കൊണ്ട് കൊട്ടയിലും അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇടും. അങ്ങനെ ഉണങ്ങി പിന്നെ നമ്മളത് പിറക്കി കളഞ്ഞു വേണം. ചക്കക്കുരു കൊണ്ട് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അമ്മ ചക്കക്കുരു കണ്ടാൽ പിടിയേയില്ല. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഇട്ടേക്കുവാണ്. പിന്നെ കുറച്ച് പച്ചക്കറി ഞാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അതും ഈ മുറത്തിനകത്തേക്ക് എടുത്തിടുവാണ്. എല്ലാം ഒന്നുകൂടി റീസെറ്റ് ചെയ്യുന്നു. പിന്നെ മറ്റേ വെജിറ്റബിൾ ബോക്സിന് അവിടെയും കുറച്ച് അഴുക്ക് ഉണങ്ങി പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 1.5 ആഴ്ചക്ക് മേലായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായ എല്ലാ അഴുക്കും പോരായ്മയൊക്കെ ആ ബോക്സിനും ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇട്ട് കണ്ടോ കഴുകാൻ കൊണ്ടുപോവാണ്. കഴുകി അവനെ കുട്ടപ്പനാക്കി കൊണ്ടുപോകുന്ന. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാട്ടോ ഇതൊക്കെ എടുത്ത് വെക്കുക. മേടിച്ചുകൊണ്ടൊക്കെ വന്നു കൊടുക്കാം, പക്ഷേ എടുത്ത് വെക്കണം എനിക്ക് കഴിയില്ല. പിന്നെ ക്യാരറ്റ് അത്ര സുഖമില്ലാത്തതായിരുന്നു, അത് കൊള്ളത്തില്ലായിരുന്നു. ആ ചേട്ടൻ നമുക്ക് വെറുതെ അന്നൊക്കെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പുറത്തൊക്കെ ഓരോ പുള്ളിയും പാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ചെത്തി കളയാലോ എന്ന് വിചാരിച്ച് പുള്ളി അത് വെറുതെ എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ അറിയണമായതുകൊണ്ട് നമ്മളതെടുത്തായിരുന്നു. പിന്നെ ഉള്ളിക്കൊട്ടയിൽ ഉള്ളി, ഉരുളക്കിഴങ്ങ്, സബോളയൊക്കെ ആയിട്ട് ഇടാറ്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റും. ക്യാപ്സിക്കം, കോളിഫ്ലവർ, മാങ്ങ, തക്കാളി, അങ്ങനെയെല്ലാം, ക്യാരറ്റ്, പാവക്ക കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒത്തിരി മേടിച്ച്. പാവക്കൊന്നും എനിക്കിഷ്ടമല്ല. തോരൻ വെക്കണം ഇഷ്ടമല്ല, തീയൽ വെക്കണം ഇഷ്ടമല്ല. ഇവിടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനാ പോണെങ്കിൽ അങ്ങനെ മേടിക്കാറില്ലായിരുന്നു. നേരത്തെ പോയപ്പോൾ മേടിച്ചതാണ്. ഈ കിറ്റ് കിട്ടുമല്ലോ 50 രൂപ 100 രൂപക്കൊക്കെ, അതിനകത്ത് പാവക്ക കുറേ കിടക്കും. പിന്നെ മല്ലിയില, പുതിനയില ചോദിച്ചിട്ടില്ലായിരുന്നു, ചുമ തന്നെ. അപ്പോൾ പിന്നെ അതെല്ലാം. അപ്പോൾ എനിക്കൊരു ഉള്ളി മേലിലിടാം, സബോള താഴത്തെ തട്ടയിലിടാന്ന് പറഞ്ഞാൽ പിറക്കി വെച്ചിരുന്ന എല്ലായിടത്തും താഴത്തിട്ട് പേറ്റും ആട്ടോ. ഭയങ്കര പാട് ഉള്ളി തിരഞ്ഞ് അതിനകത്തേക്ക് തിരിഞ്ഞിടാനായിട്ട്. അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി ഇടുവാണ്. വിശക്കണുണ്ടായിരുന്നു. വന്നപ്പോൾ ചായ കുടിച്ചായിരുന്നു. പിന്നെ പപ്സും അങ്ങനെ എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, അതും കഴിച്ചായിരുന്നു. എന്നാലും വിശപ്പ്. ഇന്നും ഫുള്ള് തലവേദനയായിട്ട് വൈകുന്നേരം കിടക്കുമായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ കിടപ്പായിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ ഏറ്റപ്പോഴാണ് മിറ്റടിച്ച് അലക്കി തുടച്ച് എല്ലാം ചെയ്തിട്ട് പിന്നെ നേരെ തലപ്പറമ്പിലേക്ക് പോവുക ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഏറ്റപ്പോഴാണ് ചോറുണ്ടത് 5 മണിയായപ്പോൾ. എന്നിട്ടും എനിക്ക് വിശക്കുമായിരുന്നു, എന്താണെന്നറിയില്ല. തലവേദനയായിട്ട് കിടപ്പ് തന്നെയായിരുന്നു.
പിന്നെ വെണ്ടക്ക വണ്ടി മറിഞ്ഞ പോലെ ഇഷ്ടമാതിരി വെണ്ടക്ക ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ആ കിറ്റിൻ്റെ കൂടെ കിട്ടുകയും ചെയ്ത്. വെണ്ടക്ക ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഞാനും കുറേ വെണ്ടക്ക മേടിച്ച്. അപ്പോൾ പിന്നെ ഇതേ വെജിറ്റബിൾ ബോക്സിനകത്തുള്ള എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അവൻ അവിടെ ഇരിക്കട്ടെ. മറ്റേവനെ കയറ്റി സൈഡിലേക്കും വെച്ചു. ഇനി അവിടെയൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്യണം. ചോറിടണം. അതാണ് മെയിൻ. വിധുക്കുട്ടൻ ഞാൻ ഉറക്കിയായിരുന്നല്ലോ. വിധുക്കുട്ടൻ ചോറിനാണ്ട് കിടന്ന് പിന്നെ അലുക്കുലത്ത് ഏതാണ്ടൊക്കെ തിന്ന് പപ്സോ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ തിന്നായിരുന്നു, ക്യാരറ്റ് കേക്ക്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പൊറോട്ടയും മേടിച്ചായിരുന്നു. അതിൻ്റെ ഇച്ചിരിച്ചൊക്കെ പുള്ളി അരികും മുറിയൊക്കെ കടിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ വിശക്കില്ല. അപ്പം മല്ലിയില കഴുകിയായിരുന്നു കേട്ടോ. കഴുകിയിട്ടാണ് പാത്രത്തിൽ അരിഞ്ഞിടുന്നത്. മല്ലിയില എനിക്ക് വേണം. എപ്പോഴും എന്നാങ്കിലൊക്കെ വെക്കുമ്പോൾ മല്ലിയില ഇടും. പുതിനയില മേടിക്കാറുണ്ട്. പക്ഷെ പുതിനയില ഇല്ലാത്തതുകൊണ്ട് അതും എടുത്തില്ല. അപ്പം മറ്റേ ആ ബിഗ് ഷോപ്പറൊക്കെ പിന്നെയും മൂലയിട്ടൊക്കെ വെക്കുവാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചപ്പോൾ പിന്നെ അത് അടിച്ചു വാരി അതുമൊക്കെ എടുക്കാം. അപ്പോൾ ചേട്ടായി എന്തോ ചോദിച്ചു എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ എന്താ സുഖം ഡബ് ചെയ്യാനായിട്ട്. അതായത് വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. മടുത്ത് മനുഷ്യൻ. ഞാൻ കുളിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ ആവി എടുത്ത് നാശമായി പിന്നെയും മേലൊക്കെ കഴുകേണ്ടി വന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഫാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര ഈ കറുപ്പും കൂടി ഇട്ടതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ മുറത്തിനകത്ത് രാത്രി വെളിയിൽ കളയാൻ പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ രാവിലെ ആട്ടോ കളഞ്ഞ്. രാവിലെ ഞാനല്ല കളഞ്ഞ, അമ്മയെ കളഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ മറന്നുപോയി. അപ്പോൾ അവനെ ആ സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയൊക്കെ പാത്രവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടായിക്കും അവനൊക്കെ അമ്മ ചോറ് കൊടുത്ത് ജനലൊക്കെ അടച്ച് 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട ഞാൻ പൊളിച്ചതിൻ്റെ ആ പ്ലഗിൻ്റെ അവിടെ ആ ഷീറ്റ് ഇങ്ങനെ തുറന്ന് കിടക്കണേ. ഇത് മറ്റേ വിശാഖം എന്ന് പറയണ പഴമാട്ടോ കെട്ടി തൂക്കണം. ബാക്കിയൊക്കെ തീർത്ത്. ഇവിടെ ദേവനും വിധുവിനും അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ പഴമൊന്നും കഴിക്കില്ല. അമ്മയ്ക്കും ചേട്ടായിയൊക്കെ കഴിച്ചോളൂ. അപ്പം അതാ കെട്ടി തൂക്കിയേക്കണേ. തൂക്കിയിട്ടേക്കണേ. അപ്പം ഞാൻ അത് ചോറെടുത്തുകൊണ്ട് വന്ന് കഴിക്കാനായിട്ട് ചേട്ടായും കപ്പറേതാണ് കഴിക്കണം. ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ പാലും പാത്രം ഉണ്ടായിരുന്നു. അതിൽ പാലും കുപ്പി ഭാഗം വെച്ചിട്ടുണ്ട്. അതുമൊക്കെ കഴുകി വെക്കുവാണ് വിധുക്കുട്ടൻ ഉറങ്ങണ നേരത്ത്. ഇല്ലെങ്കിൽ പുള്ളി അതൊക്കെ പിറക്കിക്കൊണ്ട് നടക്കും. മുറ്റത്ത് വെച്ചാലും അതെ കൊച്ചിനും കൊണ്ടുപോകാനായിട്ട്. അത് പുള്ളി ഒറ്റ കുപ്പി കുടിക്കില്ല. കൊച്ചിന് അടപ്പ് വേറെ കുപ്പി വേറെ ചളിക്കിയൊക്കെ വെക്കും. അതുകൊണ്ട് പുള്ളി ഉറങ്ങിയപ്പോൾ എല്ലാം ചെയ്യുക. ഇനിയിപ്പോൾ ഉറങ്ങിക്കോളൂ, ഏക്കിയല്ലോ. ഇപ്പോൾ തന്നെ 11-11:30 ആയി. ദേവൻ ഉറങ്ങിയിട്ടില്ല. അമ്മയും ചേട്ടായിയൊക്കെ ചോറുണ്ടായിരുന്നു. ഞാനും ഉണ്ട്. പാത്രമൊക്കെ കഴുകുകയാണ്. അപ്പോൾ ദേവൻ എൻ്റെ ഇടയ്ക്ക് വന്ന് ദേവനെ ക്യാമറക്കിട്ട് പണിയണം കേട്ടോ. അപ്പോൾ ഞാൻ ഓടിച്ചു വിട്ട് ആ പരിപാടിയും അങ്ങനെ കഴിഞ്ഞു. ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ പോവാണ്. ചേട്ടായി അവിടെ ഇരിപ്പുണ്ട്. ദേവൻ്റെ അടുത്താട്ടോ വീണ്ടും ക്യാമറ വെച്ചേക്കണം. ഇത് കാണുമ്പോൾ ഈ ട്രൈപോഡും ക്യാമറയും കാണുമ്പോൾ പുള്ളിക്കൊന്ന് പിടിക്കണം, തൊടണം, ഇളക്കണം. അതുകൊണ്ടാണ് ഈ കാട്ടായൊക്കെ കാണിക്കണത്. ഡൈനിങ് ടേബിളൊക്കെ തുടച്ചടിച്ച് വാരി അടുക്കളയും ക്ലീൻ ചെയ്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ. ഇല്ലേ ഒരു മനസ്സമാധാനക്കട. രാവിലെ ആക്കണ അമ്മയായിരിക്കും. പിന്നെ അമ്മക്കും പണിയായിരിക്കും. അമ്മ എന്നെങ്കിലും കരി ഇടുവോ കുടിവെള്ളം തിളപ്പിക്കുകയോ അരിഞ്ഞൊക്കെ വെക്കും വേവിച്ചൊക്കെ. അപ്പോൾ അമ്മക്കും എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞാൽ ഞാൻ മേല് കഴുകാറുള്ളൂ. അപ്പോൾ ദേവൂട്ടൻ ഇവിടെ ഇരിക്കുക. സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ സമയം 12 ആവുകയാണ്. ഈ സമയം കിടക്കുമ്പോൾ 1:30 ആവും എങ്ങനെ പോയാലും ഞങ്ങൾ കിടക്കുമ്പോൾ. അതിനിടയ്ക്ക് ദേവൻ ഉറങ്ങി. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞ വിധുക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ വിധുക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായി ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചോളാമെന്ന് പറഞ്ഞ്. വിധുക്കുട്ടൻ ഉടുപ്പിടാണ്ടാണല്ലോ കിടന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ ഇടിയിക്കുകയാണ്. അപ്പോൾ ചേട്ടായി വിരിച്ചോളാമെന്ന് പറഞ്ഞ്. ദേവൂട്ടൻ കിടക്കണോണ്ട് എനിക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ പറ്റിയില്ല. വിധുക്കുട്ടൻ ഇന്നലെ മഴയായിരുന്നു കൊണ്ട് ശൂശുവും പുള്ളി. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനൊക്കെ എടുത്തിട്ടുകൊണ്ട് വിരിച്ചില്ല. മറന്നും പോയി. കിടക്കാൻ നേരത്ത് വിരിക്കാമല്ലോ. ഇല്ലെങ്കിൽ ദേവനും വിധുവും കയറിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കിടന്ന് കുത്തി മറിഞ്ഞ് കളയും. അപ്പോൾ ചേട്ടായി ദേവനെ എടുത്ത് ഇറക്കി. പുള്ളി ഇനി ഉറങ്ങിക്കോളും. പുള്ളി ഇനി ആന കുത്തിയെന്ന് പറഞ്ഞാലും ഭൂകമ്പം വന്നെന്ന് പറഞ്ഞാലും ദേവൻ അറിയില്ല. കിടന്ന് കഴിഞ്ഞ് അവൻ പിന്നെ ഒന്നും അറിയത്തില്ല. വിധുക്കുട്ടൻ അങ്ങനെയല്ല. വിധുക്കുട്ടൻ ഇങ്ങനെ പകുതി ഉറങ്ങുള്ളൂ. ഒരു മുട്ട് സൂചി വീണെന്ന് പറഞ്ഞാൽ പോലും പുള്ളി എണീക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുവാണ്. എനിക്ക് കിടക്കാൻ നേരത്ത് മേല് കഴുകണം കേട്ടോ ഇഷ്ടം. എനിക്ക് ഇല്ലെങ്കിൽ പറ്റില്ല. എപ്പോൾ കുളിച്ചെന്ന് പറഞ്ഞാൽ 5 മണി 5:30 പോകാൻ നേരത്താണ് കുളിച്ചത് തല നനച്ച്. എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ 8 മണിക്ക് കുളിച്ചാലും കിടക്കുമ്പോൾ എനിക്കൊന്ന് മേല് കഴുകണം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. ഉറക്കം വരത്തില്ല. ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കുവാണ് കിടക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോയും എടുത്തിട്ടില്ല.
വൈൻഡപ്പും എടുത്തിട്ടില്ല. ഇപ്പം തന്നെ വീഡിയോ നല്ല ലോങ് ആട്ടോ, 20-21 മിനിറ്റ് ഉണ്ട് വീഡിയോ. അതുകൊണ്ടാണ് ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതേ മീഷോയിൽ നിന്ന് മേടിച്ച ബെഡ്ഷീറ്റ് ആട്ടോ. അപ്പോൾ ദേവൻ താഴെ കിടപ്പുണ്ട്. ഇനി വിധുക്കുട്ടനെയും കൂടി കൊണ്ടുപോയി ഇവിടെ കിടത്തണം. ഇപ്പം തന്നെ അറിയാലോ, മണി 12:45 അപ്പം ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ, സീ യു, ലവ് യു.